കൊടകര കുഴൽപ്പണ കേസ് ഹൈക്കോടതിയിൽ. കള്ളപ്പണ കേസിൽ ഇഡി അന്വേഷണം പൂർത്തിയാകാത്തതിനെതിരെയാണ് ഹർജി. കൊടകര കേസിലെ സാക്ഷിയായ സന്തോഷാണ് ഹർജി നൽകിയത്. കേസ് ഇന്ന് ഹൈക്കോടതി. കേസ് ഇപ്പോൾ ഈ സമയം ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിനിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിനിൽ, സ്വാഭാവികമായും ഈ കൊടകരയുമായി ബന്ധപ്പെട്ടത് ഈ അടുത്ത് വീണ്ടും ഈ തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തൽ, അതിനുശേഷം വലിയ ചർച്ചകളിലൊക്കെ വന്നിരുന്നു. അപ്പോഴും ഇഡി അന്വേഷണം പുരോഗമിക്കുന്നു എന്ന് പണ്ട് പറഞ്ഞൊരു നിലപാടിൽ നിന്ന് ഒരു തരി മുന്നോട്ട് പോയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഹർജിക്കാരൻ മുന്നോട്ട് വെക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ് ബിനിൽ കോടതിയിൽ? കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിൽ ഇഡി അന്വേഷണവുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ഹർജിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നേരത്തെ 2 ഹർജികൾ വന്നിരുന്നു. ആദ്യ ഹർജിയിൽ ഹൈക്കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്ത നിലപാട് സംസ്ഥാന പോലീസ് സംബന്ധിച്ച് വിവരം നൽകിയിട്ടുണ്ട്. എഫക്റ്റീവായിട്ടുള്ള ഒരു അന്വേഷണം ആരംഭിക്കുന്നു എന്നതായിരുന്നു 2021 ഇഡി നൽകിയ വിശദീകരണം എന്നത്. ഈ 3 വർഷം കഴിഞ്ഞിട്ടും ഇതിലൊന്നും സംഭവിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്നത് അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം തന്നെയാണ്. BJP നേതാക്കളിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്ന അന്വേഷണ റിപ്പോർട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ക്രൈംബ്രാഞ്ച് നൽകിയിരിക്കുന്നത്, അതായത് പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ ഹൈക്കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത് കൊടകര കുഴൽപ്പണ കേസിലെ സാക്ഷിയായിട്ടുള്ള സന്തോഷ് തന്നെയാണ്. കേസിലെ 50ാമത്തെ സാക്ഷിയാണ് സന്തോഷ്. ഈ കൊള്ളയടിക്കപ്പെട്ട പണം ഉപയോഗിച്ച് ഈ പ്രതികൾ വാങ്ങിയ സ്വർണം അളന്ന് തിട്ടപ്പെടുത്തിയപ്പോൾ അതിന് സാക്ഷിയായിട്ടുള്ള ആൾ തന്നെയാണ് കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ കേസിൽ താൻ ഒരു ഭാഗമാണ്. ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ല. ഇതിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. അതിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് അന്തിമ കുറ്റപത്രം സമർപ്പിക്കാൻ നിർദ്ദേശിക്കണമെന്നതാണ് ഈ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. നേരത്തെ ആം ആദ്മി പാർട്ടിയുടെ ഒരു നേതാവ് ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ 3ാം കക്ഷിക്ക് ഇതിൽ ഇടപെടാൻ കഴിയില്ല എന്ന് പറഞ്ഞാണ് ഹൈക്കോടതി ആ ഹർജി തള്ളിയത്. ഇവിടെ ഈ കേസിന്റെ ഭാഗമായി തന്നെയുള്ള സാക്ഷിയായിട്ടുള്ള ഒരാളാണ് വന്നിരിക്കുന്നത്. കോടതി ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നതാണ് ഇനി പ്രസക്തമായിട്ടുള്ളത്. ഇവിടെ ഇഡി മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട നിലപാടെന്നത് കൊടകരയിൽ കവർ ചെയ്യപ്പെട്ട പണം, ആ പണം ഉപയോഗിച്ച് ഈ പ്രതികൾ നടത്തിയിട്ടുള്ള ഇടപാടുകൾ അത് കള്ളപ്പണ ഇടപാടുകളാണ്. അവർ സ്വർണം വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്, സ്ഥിര നിക്ഷേപം നടത്തിയിട്ടുണ്ട്. അതൊക്കെയാണ് ഞങ്ങളുടെ അന്വേഷണ പരിധിയിലുള്ളത്. അതാണ് PMLA പ്രകാരം ഇഡിക്ക് അന്വേഷിക്കാൻ കഴിയുന്നത് എന്നൊരു വാദത്തിലേക്കാണ് ഇപ്പോൾ ഇഡി എത്തിയിരിക്കുന്നത്. അതായത് ഈ പണം എവിടെ നിന്ന് വന്നു, ആർക്ക് കൊണ്ടുവന്നു, എന്തിനു കൊണ്ടുവന്നു, അതൊന്നും തങ്ങൾ അന്വേഷിക്കുന്നില്ല എന്നൊരു നിലപാടിലേക്ക് ഇഡി പോകുന്നു എന്നതാണ് അവർ കഴിഞ്ഞ തവണ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. വൈകുന്നു എന്ന് ആരോപിച്ചാണ് ഇപ്പോൾ സാക്ഷി കൂടിയായ സന്തോഷ് കൂടി ഹൈക്കോടതിയിലേക്ക് എത്തിയിട്ടുള്ളത്. ബിനിലാണ് വിവരങ്ങൾ നൽകിയത്.